നമ്മളെ സന്തോഷമായിരുന്നു ചേച്ചി നിൽക്കുകയാണ്. കൈ തന്നു. എന്താ സുഖല്ലേ? സൂപ്പർ ചേച്ചി. അപ്പോൾ നമ്മൾ സന്തോഷേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചേച്ചി സന്തോഷമായിട്ട് എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുത് പാറു അതവിടെ. അപ്പോൾ നമ്മളെ അമ്മ വന്നിട്ടുണ്ട്, പാറു ഇതവര്. നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചേച്ചിയൊക്കെ ഭയങ്കര തിരക്കിലാണ്, ആൾക്കാരൊക്കെ ഒന്ന് വെൽക്കം ചെയ്യണ്ടേ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് കുടിയിരിക്കലിന് പോകണം. ചെറിയൊരു വീഡിയോസ് ആയിട്ടല്ല വരുന്നത് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ കുടിയിരിക്കലിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് സന്തോഷേൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്ററുള്ളൂ കേട്ടോ, അവിടെ ശ്രീകോവിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും ക്യാമറ കണ്ണുകളുമായിട്ടാവൂലേ? അമ്മ ചാരുവിനെ പിടിക്കേ. ആരുടെ വരില്ലേ? ഇത് നമ്മളെ സൂര്യ ഡ്രീംസ് ആട്ടോ. എല്ലാ ആൾക്കാർക്കും അറിയണത് നമ്മുടെ വീഡിയോ ആണ്. അതിലൊക്കെ തന്നെ ഫോട്ടോ വീഡിയോ. ഇന്ന് ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുകയാണ്. വോയിസ് ഓവർ കൊടുത്തിട്ട് കാര്യമില്ല. കൂട്ടുകാരെ, നമ്മുടെ സന്തോഷേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റാബി താത്ത ഉണ്ട്, നമ്മളെ വായുധ താത്താനൊക്കെ എല്ലാവരും അറിയില്ലേ. പാറൂസ് അന്തം വിട്ട് ഇരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഫാത്തീസ് വ്ളോഗാണ് കേട്ടോ. പേരെന്ന് പറയൂ ചാനലിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കിയേക്കോളേ. ഇത് നമ്മളെ ചങ്കാണ് കേട്ടോ, നമ്മളെ ചങ്കിൻ്റെ വീഡിയോ. നിങ്ങൾ പൊതുവെ എല്ലാവരും കാണുന്നുണ്ടാവും.
പരിപാടികളൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും പല ഏരിയയിൽ നിന്നൊക്കെ ഉള്ളതായതുകൊണ്ട് എല്ലാവരും ഒന്നും അറിയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ പല ആൾക്കാരും പരിചയപ്പെടാൻ പറ്റിയിട്ടോ. ഇതൊക്കെ സന്തോഷേട്ടൻ്റെ അമ്മയുടെ ഫാമിലിയിലെ ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടു. അത് നമ്മുടെ ഒരു യൂട്യൂബറായ എന്താ ഞങ്ങളെ കാക്കുപ്പ കേട്ടോ. കാക്കുപ്പ ഉഷാറാണ് കേട്ടോ. ഞങ്ങൾ തല്ലുമാല ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ആൾ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും കേട്ടോ. എൻ്റെ വീഡിയോയിലൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ. കമൻറ്റ് കാണുമ്പോൾ ഒന്ന് കയറി കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ നമ്മളെ കാക്കുപ്പാന്. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും കടായി ആയിരുന്നു കേട്ടോ. പിന്നെ സദ്യ ഉണ്ടായിരുന്നു. നല്ല നെയ്ച്ചോറും കടായിയും ഞങ്ങൾ കഴിച്ചിട്ടോ. നല്ല അടിപൊളി ഫുഡ് കിട്ടും. അപ്പോൾ അവരോട് ഫുഡ് ഉണ്ടാക്കിയ കാക്കമാർക്കോടൊക്കെ നന്ദി പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ റാബി താത്താനെയൊക്കെ പല ആൾക്കാർക്കും അറിയാമല്ലോ. റാബി താത്തയും അതുപോലെ തന്നെ ഹബീബ എൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ ചാനൽ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഇൻഷെയർ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ടാക്കണം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാനും പറ്റി. പിന്നെ അറിയാമല്ലോ കല്യാണം അതുപോലെ തന്നെ കുടിയിരിക്കലൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ പാർട്ടായിട്ട് ഞാൻ എൻ്റെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാറോസ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെയ്ച്ചോറ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചിക്കനോടൊന്നും വലിയൊരു ഇതില്ലെങ്കിലും നെയ്ച്ചോറൊക്കെ നന്നായിട്ട് പറ്റിയിട്ടോ. നെയ്ച്ചോറ് അടിപൊളിയായിരുന്നു, ചിക്കൻ കറിയും അടിപൊളി, രണ്ടും നല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ബിരിയാണീനെക്കാട്ടിൽ എനിക്കിഷ്ടം നല്ല നെയ്ച്ചോറും അതിലേക്ക് നല്ല കടായിയാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചാരു അത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം, നമുക്ക് ഒറ്റയ്ക്ക് കിട്ടണം കേട്ടോ ചാരുവിന്. ഞങ്ങൾ ആ തുടക്കത്തിൽ തന്നെ കയറി ചെല്ലുന്നോട് തന്നെ കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ ചെന്നപ്പോൾ വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ തിരക്കാവുന്നതിന് മുന്നേ കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കയറി കേട്ടോ. അന്ന് കുറച്ച് നേരം ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേഗം പോന്നു. ചാരൂസിനാണെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടണം കേട്ടോ, ഒരു പാത്രം ഒറ്റയ്ക്ക് കിട്ടണം. അപ്പോൾ ചാരൂസിനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾ അച്ചാറും അതുപോലെ തന്നെ സാലഡും ഒക്കെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിതൊന്നും പറ്റൂലെന്നാവോ വന്ന് നോക്കിയപ്പോൾ എല്ലാതും തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തൊട്ട് നോക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയാനല്ല ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഫുഡ്. പിന്നെ അവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് പാലക്കോട്ടിലുള്ള ആ ആളുകളുടെ സന്തോഷേട്ടൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഏതൊരു കല്യാണം ഫംഗ്ഷനും പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മളാ നാട്ടുകൂട്ടം, നമ്മളുടെ ആ ഒരു സൗഹൃദം, ആളുകളല്ലേ, നമ്മളെ കുടുംബവും അതുപോലെ തന്നെ നമ്മുടെ കൂടപ്പിറപ്പുകളായ നമ്മുടെ അയൽവാസികളൊക്കെ ഉള്ള ആ ഒരു സപ്പോർട്ട് അതൊന്നും വേറെ തന്നെയാണ്. പിന്നെ ഈ ഒരു വീട്ടിലെ ഫംഗ്ഷന് ഇപ്പോൾ ഈ പന്തലിട്ടത് നമ്മുടെ മലപ്പുറം വടക്കണി എന്ന് പറയുന്ന ചാനലിലത്തെ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവർ വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ ഈ പന്തലിട്ടിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കുടിയിരിക്കലിന്. താത്താനെ എനിക്ക് കാണാൻ പറ്റിയില്ല, തിരക്കിനിടയിൽ എവിടെയാണ് എന്താ അറിയില്ല. താത്താനെ ഒന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കുടിയിരിക്കലിന് വന്ന് ചെന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വരണ്ട് തമ്പുരോ ഒരു ദിവസം വാ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അങ്ങോട്ട് പോകാൻ കൂടിയില്ല. പക്ഷെ കുടിയിരിക്കലിനായിരുന്നു ഇപ്പോൾ പോകാൻ കൂടിയായിരുന്നു കേട്ടോ. ആളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആളും തന്നെ എല്ലാത്തിനും സജീവമാണ് കേട്ടോ അവിടെ. പിന്നെ മറ്റൊരു ചാനലിലെ ആളെ പരിചയപ്പെടുത്തി തരട്ടോ. നമ്മളെ രാജൂസ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ രാജു വൈഫാണ് ഇത്. പിന്നെ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ സ്വന്തം പവനി ചേച്ചി, നമ്മുടെ സൂര്യ ഡ്രീംസ്. ആളെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നറിയാം. നമ്മുടെ സുഖേട്ടനും ഉണ്ട് എടുത്തിരിക്കുന്നത്, നമ്മുടെ രാജുവേട്ടനും വൈഫും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഒക്കെയാണ് മക്കളെ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മളെ അറിയിക്കുക കേട്ടോ. കുറേ ആളുകളെ കേട്ട് ഞാനങ്ങോട്ട് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നാളെ കുറച്ച് ഭാഗം കൂടിയും പാർട്ടായിട്ട് ഞാൻ കാണിക്കാം. ഇത്രമാത്രം ഇന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ നിർത്തിയാലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കൾക്ക് വെള്ളം ദാഹിച്ച് കുഴങ്ങി വെള്ളം കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ അതിലിങ്ങനെ കൊണ്ടെടുക്കുക. പിന്നെ അവിടെ ഉള്ളൊരു ചേച്ചി, ഒരു ഫാമിലിയിലുള്ള ചേച്ചിയാണ്, ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കേട്ടോ. പൊതുവെ എല്ലാവരും പോലെ തന്നെ അവിടെയും തന്നെ നല്ല സ്നേഹമുള്ള നല്ല ആളുകൾ കണ്ടുമുട്ടാൻ പറ്റി. അപ്പോൾ നാളെ ബാക്കി വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കി പാർട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ പുതിയ യൂട്യൂബ്സ് അതിഥികളെയൊക്കെ കാണാം കേട്ടോ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരാളെയും കൂടി ഞാൻ കാണിക്കാം. സന്തോഷം അമ്മ കേട്ടോ.
സന്തോഷേട്ടൻ്റെ അമ്മ, അമ്മേൻ്റെ കുട്ടി സന്തോഷേട്ടൻ, അങ്ങനെ അറിയാമല്ലേ?